എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് റാഗിയുടെ സേമിയ കൊണ്ടുള്ള പുട്ടാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അല്പം ഉപ്പ് പൊടിയിട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് റാഗി നന്നായിട്ട് ഒരു അല്പം സാധാരണ പുട്ടിനൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടും അല്പം കൂടെ ഉപ്പ് വേണം കേട്ടോ വെള്ളത്തിന്. കാരണം നമ്മൾ ഇട്ടിട്ട് അപ്പം തന്നെ വാരുമല്ലേ. ഇനി നമുക്ക് ആവശ്യത്തിന് സേമിയ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഈ സേമിയാണ് എടുത്തിരിക്കുന്നത്. ഈ സേമിയ ഇടുന്ന സേമിയ അപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് വാരി മാറ്റണം. അതിനകത്ത് വെച്ചോണ്ടിരിക്കരുത്. വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാനങ്ങനെ എനിക്ക് ആവശ്യമുള്ളിടത്തോളം 2 പുട്ടുണ്ടാക്കിയാൽ മതി. അതിനുള്ള സേമിയായ ഈ വെള്ളത്തിൽ ഇടുവോ ഒന്ന് മുക്കി ഇങ്ങോട്ട് എടുക്കുന്നു പറയുന്നതായിരിക്കും ശരി. ഇട്ടിട്ട് അപ്പം തന്നെ വാരി ഇവിടെ വെച്ചിരുന്നു. ഈ സേമിയ ഇവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുതിർന്ന് വരും. ഇനി ഇത് വാരി തേങ്ങയും ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കിയാൽ മതി. ഞാനൊരു കുക്കറെടുത്ത് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാൽവിലേക്ക് സേമിയായ പുട്ട് വേകാനുള്ളത് കൊണ്ടുവന്ന് വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പുട്ട് കുമ്പത്തിലേക്ക് അല്പം തേങ്ങ ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് സേമിയ ഇതിലേക്ക് വാരിയിടാം. തേങ്ങ ഇട്ട് ഇളക്കി വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇളക്കി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അടുത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. എത്ര വെച്ചാലും വെന്തോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ടല്ലോ. ഇനി ഇത് അടച്ച് നമുക്ക് ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ തട്ടൊക്കെ ഉണ്ട്. അല്ല, അപ്പച്ചെമ്പും പോട്ടെ. അപ്പം നമ്മുടെ പുട്ടിനുള്ള സേമിയ പാത്രത്തിലാക്കി ആവി വരുന്ന കുക്കറിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഞാൻ വെച്ചിട്ടുണ്ട്. 2 മിനിറ്റും കൊണ്ട് വെന്തോളും. ഇനി ഞാൻ അടുത്തതുണ്ടാക്കുന്നത് ഇതിനകത്തേക്ക് അല്പം തേങ്ങ ഇടുവാണ്. ഇതിനകത്ത് അല്പം തേങ്ങയിട്ട് ഇങ്ങനെ ഇളക്കിയാൽ നമുക്ക് പിന്നെ ഇടയ്ക്ക് തേങ്ങ ഇടണ്ട, വാരി അടുപ്പത്തോട്ട് വെച്ചാൽ മതി. അപ്പോൾ 2 തരത്തിൽ 2 പുട്ടുണ്ടാക്കുന്നത് രണ്ട് തരത്തിലാക്കി കാണിച്ചു തരാം. നമ്മുടെ റാഗി പുട്ട് എന്തായെന്ന് നോക്കാം. നന്നായിട്ട് ആവി വന്നായിരുന്നു. ഇനി നമുക്കിതെടുത്ത് മാറ്റിയിട്ട് അടുത്തത് വയ്ക്കാം. നമുക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് തേങ്ങ ഇട്ട് തിരുമ്മിയതല്ലേ. അപ്പം നമുക്കൊന്നും ചെയ്യേണ്ട. അടി മാത്രം ഒരൽപ്പം ഇട്ടിട്ട് പിന്നെ ഇത് നിറച്ച് വാരിയിടാം. ഇടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മിച്ചം വരും. റാഗി എന്ന് പറഞ്ഞാൽ നല്ല ഗുണപ്രദമായ ഒരു ചെറുധാന്യമാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ 4 മാസം 5 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങുന്ന ആദ്യം ഇതാണ്. 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ എല്ലാ ദിവസവും റാഗി കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഒരു ഫുഡ് കഴിക്കുമ്പോഴത്തേനും അത്ര ഇഷ്ടമൊന്നും ആകിയല്ല. അപ്പം ആഴ്ചയിലൊന്നെങ്കിലും ഇങ്ങനെ റാഗിയുടെ പുട്ടോ ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ അല്ല അപ്പച്ചമ്പി വെച്ച് കുതിര് പോലെ പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ അത് അല്പം നന്നായിട്ട് മുറുക്കി അങ്ങോട്ട് പിടിച്ചാൽ ഉണ്ട പോലെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഓരോ തട്ടയിൽ വെച്ചുണ്ടാക്കിയെടുക്കാം. ഇതും അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കറി റെഡിയാക്കാം. അടുത്തതും വെന്തു. നമുക്കിതും മാറ്റാം.
അപ്പം നമ്മുടെ പോഷകസമൃദ്ധമായ റാഗി പുട്ട് റെഡിയായി. ഇനി നമുക്ക് പഴം കൂട്ടിയോ മുട്ട ഗ്രേവിയുള്ള കൂട്ടിയോ അല്ല ബീഫോ പോർക്കോ ചിക്കനോ എന്ത് വേണമെങ്കിലും കൂട്ടി ഇത് കഴിക്കാം. പഞ്ചസാര മാത്രം ഇട്ടും കഴിക്കാം, ശർക്കര ഇട്ടോ ഒക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ റാഗിയൊക്കെ വാങ്ങിച്ച് ആഴ്ചയിലൊന്നെങ്കിലും ദിവസവും കഴിച്ചില്ലെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.